هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും പലരും ചോദിക്കാറുള്ള ഒരു സംശയമാണ്, നമസ്കാരത്തിൽ എനിക്ക് ഒരു ഭക്തി കിട്ടുന്നില്ല, ഞാൻ എന്താണ് ചെയ്യുക, എന്താണ് അതിനൊരു പരിഹാരം എന്ന് പലരും പലപ്പോൾ നേരിട്ടും അല്ലാതെയും ഒക്കെ അന്വേഷിക്കാറുള്ള ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോ അല്ലെങ്കിൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനോ എൻ്റെ നമസ്കാരം പരിപൂർണമായും അത് ഭക്തിപൂർണമാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കാത്തവരാണെന്നാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നമ്മുടേതെല്ലാവരുടേതുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം കാണുകയാണ്. അതേപോലെ തന്നെ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെയും ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ്. നമ്മെ എല്ലാവരെയും ഒരേപോലെ അന്വേഷിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച ഈ ചോദ്യത്തിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും കണ്ടെത്തുവാനുള്ളൊരു എളിയ ശ്രമമാണ്. നമ്മുടെ അറിവിൻ്റെയും അതേപോലെ തന്നെ കഴിവിൻ്റെയും പരിമിതികളിൽ ഇതിലുണ്ടെങ്കിലും ചില പ്രത്യേകമായ ധാരണകൾ ഇതിൽ സൃഷ്ടിക്കുവാൻ ഒരുപക്ഷെ ഈ എളിയ ശ്രമത്തിന് സാധിച്ചേക്കാം, സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നാം അവലോകനം ചെയ്യുകയാണെങ്കിൽ അതിശക്തമായ ഒരു കാന്തിക വലയത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ലക്ഷ്യങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളെയും നാം വിചാരിക്കുന്നിടത്ത് നിർത്താൻ അനുവദിക്കാത്ത അതിശക്തമായ പിടിച്ചുവലികൾ യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പിടിച്ചുവലികളിൽ നിന്ന്
കുതറിച്ചാടി നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരിക എന്നത് അല്പം ശ്രമകരമായ പ്രവൃത്തിയാണ്. ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒതുക്കി നിർത്തുവാൻ നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഇതൊരു ഭാവനയല്ല. യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ജുമാ നമസ്കാരം എന്ന് പറഞ്ഞാൽ. ജുമാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും തിരക്ക് പിടിച്ച വ്യവഹാരങ്ങൾക്കിടയിൽ നിന്ന് ഏതൊരു സത്യവിശ്വാസിയും യഥാർത്ഥത്തിൽ യാത്രക്കാരന് ചെറിയൊരു ഇളവ് അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും സാധിക്കുകയാണെങ്കിൽ ജുമായിൽ പങ്കെടുക്കണം. എങ്ങനെയാണത് സാധിക്കുന്നത്? ഒരു ജീവിതത്തിൻ്റെ പകലിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സമയത്തെ നമ്മൾ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായ ഒരു പള്ളിയിൽ അത് വെറുതെ വന്നാൽ പോരാ, കുളിച്ച് ഒരുങ്ങി വൃത്തിയായി അതിൻ്റെ സമയം പാലിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും നിർബന്ധമാക്കപ്പെട്ട ഒന്നാണ്. അത് സാധിച്ചെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ടായിരിക്കണം സൂറത്തുൽ ജുമയിൽ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഈ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ബാങ്ക് വിളിയാളമാണ്, സൈറനാണ്. അതായത് നമസ്കാരത്തിന് സമയമായി എന്നറിയിക്കുന്ന ആ വിളി കേട്ടുകഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, ഫസ്ഔ എന്നാണ്. ഫസ്ഔ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ധൃതിപ്പെട്ടും താല്പര്യപൂർവ്വവും നിങ്ങൾ ജുമയിലേക്ക് തിരിക്കുക എന്നാണ്. ഇപ്പം പോയാൽ എന്താവും, എൻ്റെ കച്ചവടത്തിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് അരമണിക്കൂർ പോയാൽ ഇവിടുത്തെ കാര്യങ്ങളാകെ തകരാറാവും എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ആലോചിച്ച് നിൽക്കരുത്. ബാങ്കാണ് കേട്ടാൽ പിന്നെ സർവം മറന്ന് സംഭവിക്കുന്നത് സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഫസ്ഔ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടും വേഗത്തിലും മടിയും അലസതയുമില്ലാതെ കുതിക്കുക എന്നാണ്. എന്നിട്ട് പിന്നെ ബാക്കിയും ശ്രദ്ധിച്ചു വായിക്കണം. ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, കച്ചവടത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് ആ സമയത്ത്. അപ്പോൾ ആളുകൾ സാധാരണ ജുമാക്ക് കച്ചവടക്കാരായ ആളുകളാണ് സാധാരണ ഒരല്പം വിഷമം പറയാറുള്ള ജുമാന്റെ സമയത്തെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പോയാൽ അയാൾ പോവും. അപ്പൊ അയാളെയും കൂടി പിരിച്ചുവിടാൻ വേണ്ടി നിന്നാൽ ജുമാന്റെ ഒരു പകുതി സമയമാവുന്നതാണ്. വദറുൽ ബൈഅ, ആ കച്ചവടം ധൈര്യസമയത്ത് ഒഴിവാക്കുക. അതുമ്പോൾ എത്ര ലാഭം എന്നുള്ളത് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കച്ചവടം ചെയ്യൽ അനുവദനീയമല്ല. അത് ഇസ്ലാം വിരോധിക്കപ്പെട്ടൊരു കാര്യമാണ്. ജുമാ വുജൂബുള്ള നിർബന്ധമുള്ള ഒരാൾക്ക് ബാങ്ക് വിളി കേട്ടാൽ അയാൾ അപ്പം നിർത്തി എന്ത് ചെയ്യണം? ജുമാക്ക് പോയിക്കണം. ബാങ്കിന്റെ മുമ്പെത്തണം. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും അയാൾക്ക് അവിടെ നിൽക്കാൻ അനുവാദം. അത് ഇസ്ലാമിലെ നിർബന്ധമാണ്. അവിടെ നമുക്കൊരു ചോയ്സ് ഇല്ല എന്നുള്ളതാണ് അർത്ഥം. വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യബോധമുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ കച്ചവടത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഉടനെ ജുമായിലേക്ക് തിരിക്കുക. തൊട്ടടുത്തുള്ള സൂറത്തിൽ അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മക്കളും നിങ്ങളെ സമ്പത്തും നിങ്ങളെ അശ്രദ്ധമാക്കരുത്. സത്യവിശ്വാസികളെ വിളിച്ചു പറയാം, സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, ഭൗതികമായ ജീവിത സൗകര്യങ്ങൾ, വിഭവങ്ങൾ, ഇതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ച് പറിച്ചു വാങ്ങാണ് യഥാർത്ഥത്തിൽ ജുമാക്കുള്ള സമയം. ഇത് ജുമാക്ക് മാത്രമല്ല, നിസ്കാരത്തിന്റെ ഏതൊരു കാര്യം ജുമാക്ക് കാണിക്കുന്ന അതേ കാണിച്ചത നമ്മുടെ നാട്ടിൽ നിന്നാണ് പോയാൽ ഇസ്ലാമിക നാടുകളിലൊക്കെ ജമാഅത്തിനും അവർ കാണിക്കും. ഒരു അരമണിക്കൂർ നേരത്തെ വാഹനം ഓടിച്ച് കുതിച്ചു പോകുന്ന യാത്രക്കാരൻ ബാങ്ക് കേട്ട് ജമാഅത്തിന്റെ ഇഖാമത്തിന്റെ സമയം കണ്ടാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യും. തൊട്ടടുത്ത് അവിടെ നിർത്താം. ട്രാഫിക്കിന്റെ നിയമങ്ങൾ പോലും ബാധകമല്ല. മനസ്സിലെ ആ രൂപത്തിൽ നിർത്തിയിട്ടാണ് കയറാൻ പറ്റും. ആ പ്രാധാന്യം യഥാർത്ഥത്തിൽ നമസ്കാരത്തിന് നൽകുന്നിടത്തേക്ക് എത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമസ്കാരത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഭൗതികമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും
നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് മനസ്സ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അതിന് തയ്യാറാകുന്നവർക്കേ ബാക്കി ഈ നമസ്കാരം ഭക്തിപൂർണ്ണമാക്കാനുള്ള നിർദ്ദേശങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമസ്കാരത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്ന ആ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തായിരുന്നാലും ഇന്ന് ഞാനിവിടെ പാരായണം ചെയ്യും എന്ന് ചെറിയൊരു കാര്യക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവിടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണെന്ന്. സത്യവിശ്വാസികൾക്ക് വിജയത്തെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അള്ളാഹു അവിടെ സ്വഭാവം വിശദീകരിക്കുമ്പോൾ ഒന്നാമത് വേണത് നമസ്കാരത്തെക്കുറിച്ച്. അത് നമസ്കാരത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, ഭക്തിയുള്ള നമസ്കാരം എന്നാണ് ആ നമസ്കാരത്തെ അവിടെ വിശേഷിപ്പിച്ചത്. സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത മുതൽക്കൂട്ടാണ്. നമ്മുടെ വിജയത്തിൻ്റെ ആധാരശിലയാണ് നമസ്കാരം. അത് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ശരിയാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നതാണ്. നമസ്കാരത്തിന് അത്രയും അധികം ഫലങ്ങൾ നൽകാൻ പറ്റും. നമസ്കാരം അത്രയും മനുഷ്യൻ്റെ ഇഹപര ജീവിതത്തിന് വിജയം നൽകുന്നതാണ്. ആദ്യം നമ്മൾ പരലോകത്തിൻ്റെ കാര്യം പറയാം. പരലോകത്തിൻ്റെ കാര്യം പറയുമ്പോൾ യഥാർത്ഥത്തിൽ മരണമെന്ന ആ ഏറ്റവും നിർണായകവും ഏറ്റവും പരീക്ഷണപൂർണവുമായ ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം, മനുഷ്യ ജീവിതത്തിൽ അവൻ അനുഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ അനുഭവമാണ് മരണമെന്ന് പറഞ്ഞാൽ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ വമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം, എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കും. ആ മരണത്തിനപ്പുറത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷ അവൻ്റെ പ്രതിഫലങ്ങളിലാണ്. ഏറ്റവും അധികം മനുഷ്യന് പ്രതിഫലം നേടിക്കൊടുക്കുന്ന ഒരു കർമ്മം നമസ്കാരം തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ശരിക്കും നമ്മളെ മാതാപിതാക്കളൊക്കെ ദീനീബോധമുള്ള ആൾക്കാരാണെങ്കിൽ 7ാമത്തെ വയസ്സ് മുതൽ നിസ്കാരം തുടങ്ങും. നമ്മൾ 5 നേരെ ഒരു ദിവസം. അപ്പോൾ ഒരു ആവറേജ് നമ്മളൊരു വർഷം ഒരു 60 70 ഒക്കെ വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ ജീവിതത്തിൽ ഏറ്റവും അധികം സമയവും ഏറ്റവും അധികം അധ്വാനവും ചെലവഴിച്ചത് നമസ്കാരത്തിന് വേണ്ടിയായിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്, നിസ്കാരത്തിന് വേണ്ടിയായിരിക്കും. 5 നേരം നിസ്കരിക്കണം. ആ നിസ്കരിക്കാൻ 5 മിനിറ്റ് മാത്രം പോരല്ലോ, അതിന് ഒതുവെടുക്കാനും ഒരുങ്ങാനും പോകാനും സൗകര്യപ്പെടുത്താനും ഒക്കെ എത്ര സമയം വേണം? ഇത്രയും അധികം സമയം മനുഷ്യന് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. വളരെയധികം സമയം നമ്മൾ ചെലവഴിക്കുന്നൊരു കർമ്മം. അതുകൊണ്ട് മരണത്തിൻ്റെ മുന്നിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം വളരെ കൃത്യമായും ഭംഗിയായും ഭക്തിയോടെയും നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഒരു മനുഷ്യന് ഉറപ്പുണ്ടെങ്കിൽ അവന് വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും ധൈര്യവും മരിക്കാൻ കിട്ടുന്നുള്ളതാണ്. തസവ്വദ് ലില്ലദീ ലാ ബുദ്ദ മിൻഹു ഫഇന്നൽ മൗത മിഖാതുൽ ഇബാദി. യഥാർത്ഥത്തിൽ ആലോചനകളും ചിന്തകളും നൽകൽ കവിതകളാണ്. ഏറ്റവും വലിയ ചിന്തകളും ഏറ്റവും വലിയ ആലോചനകളും സമർപ്പിക്കുന്നവരാണ് കവികൾ. ആ വരികൾ ഒരിക്കലും മനസ്സിൽ നിന്നും മായാതെ വെളിച്ചം നൽകുന്നതാണ്. തസവ്വദ് ലില്ലദീ ലാ ബുദ്ദ മിൻഹു, നിനക്ക് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത മനുഷ്യന് അത്യന്താപേക്ഷിതമായ അനിവാര്യമായ ഒരു കാര്യത്തിന് വേണ്ടി നീ ചെറിയ ഒരുക്കങ്ങൾ നടത്തുക എന്നാണ്. ഏതാണത്? ഫഇന്നൽ മൗത മിഖാതുൽ ഇബാദി. യഥാർത്ഥത്തിൽ മരണമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സമയം നിശ്ചയിച്ചു കൊടുത്ത ഒരു കാര്യമാണ്. വളരെ കൃത്യമായി എൻ്റെയും നിങ്ങളുടെയും മരണം നിർണയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിർണയിക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ഒരുങ്ങാൻ സമയമായല്ലോ എന്ന കവി പറയണത്. കുട്ടിൻ്റെ മകളെ വിവാഹം നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ഒരുങ്ങണ്ടേ? തീരുമാനമാകണ വരെ എങ്ങനെ കാത്തിടക്കാൻ പറ്റും? മരണം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഒരുങ്ങാൻ ഇനി താമസിക്കണം, ഒരുക്കം തുടങ്ങിക്കോന്നാണ്. അതുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ടും നീ ചെയ്ത തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് മടങ്ങിക്കൊണ്ടും നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് അധ്വാനം നീ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വക്കുൻ മുതനബ്ബിഹൻ ഖബല റുഖാദി എന്നാണ്.
ആ ഉറക്കത്തേക്ക് പോണീന്റെ മുന്നേ ഉണർന്നിരിക്കുന്ന സമയം നീ യഥാർത്ഥത്തിൽ തയ്യാറെടുപ്പിന് വേണ്ടി ചെലവഴിക്കുക എന്നാണ്. സതന്തം ഇൻ റഹൽത ബിഗൈരി സാദിൻ വതഷ്കാ ഇദ് യുനാദികൽ മുനാദി. സതന്തം ഇൻ റഹൽത ബിഗൈരി സാദിൻ. യാത്രക്കൊരു ഒരുക്കവും ഭക്ഷണമൊന്നും ഇല്ലാതെ നീ യാത്ര പോയാൽ യാത്രയുടെ ഓരോ രംഗത്തും നിനക്ക് ഖേദമാണ് ഉണ്ടായിരിക്കുക എന്നാണ്. അതായത് യാത്രക്ക് വേണ്ടി ഒരുക്കല്ലാത്തവൻ യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ ഏത് ഘട്ടവും ഖേദത്തിനേ സമയമുണ്ടാവുകയുള്ളൂ എന്നാണ്. പരലോകത്ത് വിളിക്കുന്നവൻ വിളിക്കുമ്പോൾ ഏറ്റവും വലിയ ഖേദം അന്നായിരിക്കും ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്നാണ്. അത്തർലാൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൻ വഅൻതും വഅൻത ബിഗൈരി സാദിൻ. ഇതിലേറ്റവും നമ്മളെ ഹൃദയത്തെ വറപ്പിക്കുന്ന വരി അതാണ്. അത്തർലാൻ തകൂന റഫീഖ ഖൗമിൻ. നീ സംതൃപ്തനാണോ? നീ ഒരു കൂട്ടം ആളുകളുടെ കൂടെയാണ് നാളെ പരലോകത്ത് ചെല്ലുന്നത്. അവരാരാണ്? ഫഹും സാദുൻ വഅൻത ബിഗൈരി സാദി. അവർക്കൊക്കെ പരലോകത്തേക്കുള്ള യാത്രാഭക്ഷണമുണ്ട്, നിന്റെ അടുക്കൽ ഒന്നുമില്ല. യാത്രാഭക്ഷണങ്ങൾ ഉള്ള ഒരു വലിയ ജനസമൂഹത്തോടൊപ്പം ഒന്നുമില്ലാതെ പോകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിക്കണം. അപ്പൊ കവി പറഞ്ഞ മാതിരി എല്ലാവരും യാത്രാഭക്ഷണത്തിൽ ചെല്ലുമ്പോൾ നീ ഒന്നുമില്ലാതെ ചെല്ലാനാണോ നീ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളിൽ പല ആളുകളും നമസ്കാരം വളരെ ഗൗരവത്തിലെടുത്ത് വളരെ ഭക്തിപൂർവമായി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരെ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ വിഷയം വലിയൊരു ശ്രദ്ധ കൊടുക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ വലിയ ഖേദത്തിൽ അകപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞ ഏറ്റവും അധികം ചെയ്യുന്ന പ്രവൃത്തി അത് ഏറ്റവും ഭക്തിപൂർവമാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ അമാന്തത കാണിച്ചാൽ അതെൻ്റെ പരലോകത്തെ ഗൗരവപരമായി ബാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇതിൽ അല്പം ബേജാറുണ്ടാവും. എപ്പോഴും മൂത്രപ്പുരയിൽ കയറിയിട്ടൊന്ന് മൂത്രമൊഴിക്കുന്ന സമയത്ത് ആ മൂത്രത്തിൻ്റെ കുറച്ച് കണികകൾ എൻ്റെ പാൻസിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ആകും എന്ന് കണ്ടാൽ അതുപോലും അയാളുടെ ഹൃദയത്തെ കിടിലം കൊള്ളിക്കും. കാരണം ഈ നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായാൽ ഞാൻ എന്തു ചെയ്യുന്നതാണ്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമസ്കാരത്തിലേത് ശ്രദ്ധിക്കുന്ന ഞാൻ പറഞ്ഞു. ഈ ധാരണയാണ് ഏറ്റവും ഒന്നാമതായി വേണ്ട കാര്യം. നമ്മുടെ വിജയത്തിൻ്റെ മാനദണ്ഡമാണ് നിസ്കാരം. പരലോകത്ത് ഏറ്റവും അധികം മനുഷ്യന് പ്രതിഫലം വാങ്ങിത്തരുന്ന ഒരു കർമ്മമാണ്. എന്തുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിൻ്റെ ആ ഒരു 4 റക്അത്തിനോ 3 റക്അത്തിനോ മാത്രമല്ല സഹോദരങ്ങളെ പ്രതിഫലം. നമസ്കാരവുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിനും മഹത്തായ പ്രതിഫലങ്ങളാണ് ഖുർആനും ഹദീസും നമുക്ക് വാഗ്ദാനം. ഒളുവെടുക്കുന്നവൻ്റെ ആ വെള്ളം പുറത്തു പോകുമ്പോൾ അതിലൂടെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. ഇതിപ്പോൾ നിസ്കാരത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ കാര്യമാണ്. നമസ്കാരത്തിന് വേണ്ടി ഒളുവെടുക്കുന്നതിൻ്റെ അവയവങ്ങളെ നിങ്ങൾ കയറ്റിക്കഴുകുക. നിങ്ങളുടെ പരലോകത്തെത്തുമ്പോൾ നിങ്ങളുടെ പ്രകാശം അധികരിക്കാൻ അത് പ്രയോജനപ്പെടുന്നതാണ്. നമസ്കാരത്തിലേക്ക് നടന്നു പോകുന്നവൻ്റെ ഓരോ കാൽപാദത്തിലും ഒരു പാപം പൊറുക്കപ്പെടും, ഒരു പുണ്യം എഴുതപ്പെടും. നമസ്കാരത്തെ കാത്തിരിക്കുന്നവൻ നമസ്കാരത്തിലാണ്. നമസ്കാരം കഴിഞ്ഞ് നമസ്കാര സ്ഥലത്തു തന്നെ ഇരിക്കുന്നതിൻ്റെ പുണ്യം യഥാർത്ഥത്തിൽ ഒരു ഹജ്ജിൻ്റെയോ ഉംറയുടെയോ പുണ്യാണ് സുബഹിക്ക് ശേഷം ഇരിക്കുന്ന ആ ഇരുത്തത്തിന് കൊടുത്ത പ്രതിഫലം. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഓരോ കാര്യവും നമസ്കാരം മൂലം കിട്ടുന്ന പ്രതിഫലം നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറത്തു പോകാൻ അത് കാരണമായി തീരുന്നു. ജമാഅത്തായി നിർവഹിച്ചാൽ 27 ഇരട്ടി പ്രതിഫലം. അതിൻ്റെ ദിക്റുകൾക്കും ദുആകൾക്കും നമസ്കാരവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും മഹത്തായ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ പാടൊന്ന് കൂട്ടി വായിക്കുകയാണെങ്കിൽ കണക്കില്ലാത്ത പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. ഇത് അശ്രദ്ധമാക്കിയിടുന്നവർക്ക് ലഭിക്കൂ. റവാത്തിബ് സുന്നത്തുകളെ പൂർണ്ണമായും ഒരാൾ നിർവഹിച്ചാൽ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് അവനാണ് കൊടുക്കുന്നത്. ഒരു നിസ്സാരമായ ശ്രദ്ധ കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ എത്ര, നിസ്സാരമായ ഒരു അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്ന പ്രതിഫലങ്ങൾ എത്ര. അതുകൊണ്ടാണ് ആ ആയത്തിന്റെ തുടക്കം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ വിജയിച്ചിരിക്കുന്നു. ഖബർ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പരലോകത്തെ പരാജയത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ പടിയാണ് ഖബർ ശിക്ഷ. മൂത്ര വിസർജനങ്ങൾ ചെയ്ത ശേഷം കൃത്യമായി വൃത്തിയാക്കാതെ നമസ്കരിച്ചവർക്കാണ് യഥാർത്ഥത്തിൽ എന്ത് ഖബറിലെ ശിക്ഷയിൽ ഒരു വിഭാഗം ആളുകൾ അവരാണെന്ന് പറയുന്നു.
പരലോകത്തെ ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്താണ് നരകം. നരകം ആർക്കാണ്? ഫലാ സ്വദ്ദക വലാ സ്വല്ലാ വലാകിൻ കദബ വതവല്ല തുമ്മ ദഹബ ഇലാ അഹ്ലിഹി യതമത്ത ഔലാ ലക ഫഔലാ തുമ്മ ഔലാ ലക ഫഔലാ. നമസ്കരിക്കാത്തവർക്ക് 4 പ്രാവശ്യമാണ് നരകത്തെക്കുറിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ഇത്രയും ഗൗരവപരമാണ് സഹോദരങ്ങളെ നമസ്കാരം. അപ്പോൾ ഇത് ശരിയായി നിർവഹിച്ചില്ലെങ്കിലും ഭക്തിയായി നിർവഹിച്ചില്ലെങ്കിലും നമസ്കാരത്തിന് നഷ്ടം ഉണ്ടാവും. അപ്പൊ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ഫിഖിന്റെ കിതാബിലൊന്നും നമസ്കാരത്തിന്റെ ഭക്തിയെക്കുറിച്ച് പറയുന്നില്ലല്ലോ എന്നാണ്. ഭക്തി നിസ്കാരത്തിന്റെ നിബന്ധനകളിൽ ഒരു കാര്യമായി ഭക്തിയെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും എണ്ണപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല ഭക്തി. അതുകൊണ്ടാണ് അവരത് പരിഗണിക്കാത്തത്. ഭക്തി എന്നുള്ളതിനെ കർമ്മരൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനെ മാറ്റിയിരുത്തിയത്. അതുകൊണ്ട് അതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മാറ്റിയിരുത്തിയപ്പോൾ അത് നോക്കി നിസ്കാരം പഠിച്ച ആൾക്കാർ അതിന്റെ ഷർത്തും ഫർളുമൊക്കെ കൃത്യമായി ആലോചിക്കുമ്പോൾ ഭക്തിയെക്കുറിച്ച് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അതാണ് അതൊരു ഗൗരവപരമായ കാര്യം എന്ന് ഓർമ്മപ്പെടുത്താൻ കാരണം. നമസ്കാരത്തിന്റെ കൊണ്ടുള്ള വിജയം എന്ന് പറയുമ്പോൾ പരലോകത്ത് മാത്രമല്ല, അള്ളാഹു അത് ഏറ്റവും പ്രധാനമായി ഭൗതികമായ കാര്യങ്ങളിലും നമുക്ക് വിജയം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. ഒന്ന് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് മനസ്സിന്റെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ. മനസ്സിന്റെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ അത് ഗൗരവപരമായ ഒരു കാര്യമാണ്. എപ്പോഴും ഒരു ആകാശത്ത് കാർമേഘം മൂടിയ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആകാശത്ത് കാർമേഘം മൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ ചുറ്റുപാടിലും ആ ഒരു ഇരുട്ട് പടർന്ന പോലെ നമുക്ക് തോന്നും. ഒരു നല്ല വിനോദയാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർമേഘത്തിന്റെ ഇരുട്ട് വന്നാൽ ആ യാത്രയ്ക്ക് എന്തോ ഒരു വിഷമം വരുന്ന പോലെ മനസ്സിന് തോന്നും. ഒരു നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം മേശപ്പുറത്ത് വെച്ച സമയത്തും പുറത്ത് ആകാശം ഒന്ന് മൂടിക്കെട്ടിയാൽ ആ സന്തോഷത്തിന് എന്തോ ഒരു മങ്ങലേറ്റ പോലെ തോന്നും. തങ്ങളുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ കാർമേഘം ഒന്ന് മൂടിക്കെട്ടിയാൽ ആ മനസ്സിനും ഒരു മൂടലുള്ള പോലെ തോന്നും. ഞാൻ പറഞ്ഞു, ഈ ഒരു ഇരുട്ട് മനുഷ്യ സഹജമാണ്. മനസ്സ് ഇരുട്ടിയാൽ എല്ലാറ്റിലും ഇരുട്ട്. തൻ്റെ ജോലിയിലും തൻ്റെ പ്രവർത്തനത്തിലും എല്ലാം ഒരു ഇരുട്ടിന്റെ നിഴൽ മൂടിയതുപോലെ തോന്നും. നബി തിരുമേനി പറഞ്ഞു, അസ്വലാത്തു നൂറുൻ, നമസ്കാരം വെളിച്ചമാണെന്ന്. നമസ്കാരം വെളിച്ചം തന്നെയാണ്. ശരിക്കും നമസ്കാരം നിർവൃതിയോടുകൂടി നബി തിരുമേനി പറയണത് താൻ ഏറ്റവും അധികം ആനന്ദം കണ്ടെത്തിയിരുന്ന സമയം നിസ്കാരമാണെന്ന്. ജീവിതത്തിൽ ആഹ്ലാദത്തിന്റെ ഒരു ഭയങ്കരമായ സംഗതിയായിരുന്നു നിസ്കാരം. നിസ്കാരത്തിലേക്കാണ് തക്ബീർ തീറാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ നിർവൃതിയുടെ ലോകത്താണ് ജീവിച്ചിരുന്നവർ. കാരണം ഒന്നും ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ ആ ടൈമിൽ ഒരു അപകടത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട. കാരണം അള്ളാഹുവിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് ആ സമയം അത്രയും. മനുഷ്യന് എന്തൊരു ആഹ്ലാദവും എന്തൊരു നിർവൃതിയാണ് കിട്ടുക. എന്നാൽ ആ ഒരു നിർവൃതി അനുഭവപ്പെടണമെങ്കിൽ നിസ്കാരം അതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളോടെയും ഭക്തിയോടെ നിർവഹിക്കണം. അസ്വലാത്ത് നൂറുന്ന്, അസ്വലാത്ത് ബുർഹാൻ. നമസ്കാരം ശരിക്കും വലിയൊരു ബലമാണെന്ന്, ശക്തിയാണെന്ന്. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിസ്കരിക്കണ ഒരാളല്ല, അതുകൊണ്ട് പടച്ചോൻ എന്നെ കൈവിടുകയില്ല എന്നൊരു ബോധം യഥാർത്ഥ നിസ്കരിക്കുന്ന ഒരുത്തന് ജീവിതത്തിൽ വലിയ കരുത്ത് പകരുന്ന ഒന്നാണ്. നമസ്കാരം വിശുദ്ധ ഖുർആൻ ദീർഘമായി പാരായണം ചെയ്യുന്ന നമസ്കരിക്കുന്ന ഒരാൾക്ക് മനസ്സിന് ശക്തിയും വാക്കുകൾക്ക് സ്ഥൈര്യവും ബലവും കിട്ടുമെന്ന് സൂറത്ത് മുസ്സമിൽ അള്ളാഹു പറയുന്നു. ഹിയ അശദ്ദു വത്അൻ വഅഖ്വ മുഖീല. രാത്രി ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് നബിയെ താങ്കൾ നമസ്കരിക്കുക, അത് മനസ്സിന് ശക്തിയും കരുത്തും പകരുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരം ശരിയായ രൂപത്തിൽ നിർവഹിച്ചാൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലും അതേപോലെ തന്നെ പാരത്രിക ജീവിതത്തിലും വലിയ വിജയങ്ങൾ നമുക്ക് നൽകും എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ചെറിയ പരിശ്രമം, ഒരു ജിഹാദ് ഇന്നത്തെ ഇശാ നമസ്കാരം മുതൽ നമ്മൾ ആരംഭിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളെ നമ്പറിട്ട് പറയാനാണ് ഈ സമയത്തിലും സന്ദർഭത്തിലും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമസ്കാരത്തിന് വേണ്ടി പൊതുവായ ഒരു മുന്നൊരുക്കമാണ്. എന്താണ് പൊതുവായ മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ സംശുദ്ധമായ ഒരു വിശ്വാസം. സംശുദ്ധമായ ഒരു വിശ്വാസം ഇല്ലാത്തവന് അള്ളാഹുവുമായി ബന്ധമില്ല. ശിർക്ക് കലരാത്ത സംശുദ്ധമായ തൗഹീദിന്റെ ഉടമസ്ഥനായിരിക്കണം നമസ്കരിക്കുന്നവൻ. അതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്
ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ. ആത്മസമർപ്പണത്തിന്റെ പ്രഖ്യാപനവും മുശ്രിക്കല്ല എന്ന പ്രതിജ്ഞയുമാണ് യഥാർത്ഥത്തിൽ ഈ ആമുഖ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത്. ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല എന്ന്. ശിർക്ക് ചെയ്യുന്നവന്റെ നമസ്കാരത്തെ അള്ളാഹു പരിഗണിക്കില്ല സഹോദരങ്ങളെ. മാത്രല്ല അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കാനുള്ള അവകാശവും അയാൾക്കില്ല. അതുകൊണ്ട് നിസ്കരിക്കാൻ നീ പറയരുത് മുആദ്, നിസ്കരിക്കാൻ നീ പറയരുത്. ആ അഹ്ലി കിതാബിന്റെ ആളുകളോട്, വേദക്കാരോട്, മുശ്രിക്കുകളോട് നിസ്കരിക്കാൻ നീ പറയരുത്. എപ്പോഴല്ലാതെ അവർ തൗഹീദിന്റെ കാര്യത്തിൽ നിന്നിൽ അനുസരണം പ്രഖ്യാപിക്കും വരെ നിസ്കരിക്കാൻ നീ അവരോട് പറയരുത്. അതുകൊണ്ട് ശിർക്കിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമസ്കരിക്കാൻ ആവശ്യപ്പെടാൻ പാടില്ലെന്നാണ് പ്രവാചകൻ തിരുമേനി സസ്മ കൽപ്പിക്കുന്നത്. തന്റെ തൗഹീദിനെ ഊട്ടി ഉറപ്പിച്ചിട്ട് നിസ്കാരം ആരംഭിക്കാവൂ എന്നാണ് പ്രാരംഭ പ്രാർത്ഥനയിൽ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കിൽ നിന്ന് മുക്തമായ ഒരു മനുഷ്യനെ ഭക്തിപൂർവമായി അള്ളാഹുവിന് മുമ്പിൽ നിൽക്കാൻ പറ്റും. ഒന്നതാണ്. രണ്ടാമത്തെ നമസ്കാരത്തിന്റെ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭക്തിയുള്ള ഒരു ജീവിതമാണ്. ജീവിതത്തിൽ ഒരു ദിവസം, ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നല്ല രൂപത്തിൽ സുബഹിക്ക് എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ച് അല്പം ഖുർആൻ പാരായണം ചെയ്ത് ഒരു സൗഭാഗ്യകരമായ ഒരു ദിനത്തിൽ സൗഭാഗ്യകരമായ നിസ്കാരങ്ങൾ ഉണ്ടാവും. എന്നാൽ തിന്മകളും അതേപോലെ തന്നെ മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസത്തിൽ ഭക്തിപൂർവ്വം നമസ്കരിക്കുക സാധ്യമല്ല. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ചീത്ത രംഗങ്ങളും ചീത്ത പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തപ്പെടും. ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ തന്നെ കഴിയും. അതുകൊണ്ട് തൻ്റെ ഒരു വലിയ അപാകതയുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ നമസ്കാരം എത്ര ഭക്തിപൂർണ്ണമാക്കാൻ ശ്രമിച്ചാലും അയാളുടെ മനസ്സ് അയാളുടെ യോജിപ്പ് പ്രകടിപ്പിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ ഭക്തമായ ഒരു ജീവിതം, അതേപോലെ തന്നെ പൂർണ്ണമായ വിശ്വാസ സംശുദ്ധത, ഇത് യഥാർത്ഥത്തിൽ ഭക്തിയുള്ള നമസ്കാരത്തിന്റെ അടിത്തറകളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ആദ്യം സ്ഥാപിച്ചെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. വളരെ ഗൗരവമുള്ള കാര്യമാണ്. മതത്തെ കളവാക്കുന്നവർ, പരലോകത്തെ കളവാക്കുന്നവർ എന്തൊക്കെ പറഞ്ഞിട്ട് അവരുടെ സ്വഭാവം വിശദീകരിക്കുകയാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ്. നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ശിക്ഷാർഹരായ ഒരു വിഭാഗത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ. നിസ്കാരത്തോടുകൂടെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്നതിനോടൊരു തെല്ല് ആത്മാർത്ഥത പുലർത്താൻ യഥാർത്ഥത്തിൽ കപടന്മാരായ ആളുകൾക്ക് കഴിയൂല. കപടന്മാരായ ആളുകൾക്ക് കഴിയൂല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഭക്തിയില്ലാത്തവർക്ക് ഏറ്റവും വലിയൊരു പണിയാണ് നിസ്കാരം. എന്ത് പ്രവർത്തനം ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. നിസ്കരിക്കാനാണ് ഒരുങ്ങിയാൽ നിസ്കാരത്തേക്കാണ്ട് എത്തൂല. നേരം വൈകി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നിസ്കാരത്തേക്കാണ് ആണേയുള്ളൂ. കാരണം വല്ലാത്തൊരു ഭാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ലളിതമായൊരു പ്രവർത്തനമല്ലേ. വളരെ 5 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായി നിർവഹിക്കാൻ പറ്റിയൊരു ലളിത കർമ്മമാണ്. പക്ഷെ ജീവിതത്തിൽ അയക്കാനാണില്ല. പള്ളിന്റെ മുന്നിലാണ് ചെന്നാലും വേറെ എന്ത് പ്രവർത്തനം ചെയ്താലും നിസ്കരിക്കുക എന്നുള്ളത് അയാൾക്ക് ആലോചിച്ചൂടാ. അതുകൊണ്ടാണ് ഇങ്ങനെ നേരം വൈകി പോണത്. കഴിഞ്ഞ ദിവസം മേലാറ്റൂർ അങ്ങാടി നിന്ന് നിസ്കരിക്കാൻ വേണ്ടി മഗ്‌രിബി നമസ്കാരത്തിന് കാർമേഘമൊക്കെ മൂടിയപ്പോൾ നമസ്കാരക്ക് ബാങ്ക് കൊടുത്തിരിക്കുമെന്ന് വിചാരിച്ചു വണ്ടി അവിടെ നിർത്തി നിസ്കരിക്കാൻ വേണ്ടി കയറാൻ നോക്കുമ്പോൾ ബാങ്കിന് പിന്നെയും കുറേ സമയമുണ്ട്. അപ്പോൾ ആളുകൾ യാത്രയിലാണ്. ഇപ്പം ധാരാളം ആളുകളുടെ ചെരുപ്പ് പുറത്ത് കണ്ടപ്പോഴാണ് പള്ളി കയറി. അപ്പം അവരൊക്കെ നിസ്കരിക്കുകയാണ്. അവർ നിസ്കരിക്കണത് മഗ്‌രിബി അല്ല, അസറാ നിസ്കരിക്കണേ. അസറ നിസ്കരിക്കുന്ന ആളുകളുടെ തിരക്കാണ്. ബേജാരം തരങ്ങൾ. മഗ്‌രിബിക്ക് ബാങ്ക് കൊടുക്കുമോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഇവരൊക്കെ പാടെ ഓടി ജുമാന്റെ അവസാന സമയത്ത് വരുന്ന മാതിരി വന്നിരിക്കുകയാണ് ആൾക്കാർ. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കും, പക്ഷെ നിസ്കാരം വല്ലാത്തൊരു ഭാരം. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഇത് വൈകിച്ച് കൊണ്ടുപോകുന്നത്. ഒരു മഹാഭൂരിപക്ഷം ആളുകളും അങ്ങനെ. ഖുർആൻ എടുത്തു പറഞ്ഞതാണ്, ഹൃദയത്തിൽ ശരിയായ ഭക്തനാണെന്ന് ബോധ്യമില്ലാത്ത ആളുകൾക്ക് നമസ്കാരത്തെക്കാളും വലിയൊരു ഇടങ്ങേറില്ല ജോലി ഇല്ല എന്നാണ്. നമസ്കാരമാണ് അവർക്ക് ഏറ്റവും ഭാരമുള്ള കാര്യം എന്നാണ്. അത് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ജീവിതത്തിൽ ഒരു നന്മയുടെ സൃഷ്ടിക്കുക,
കഴിയുന്ന പോലെ സൃഷ്ടിക്കുക. അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ ആ ഭക്തിയുടെ പ്രതലത്തിൽ ഭക്തമായ ഒരു നമസ്കാരം നമുക്ക് സാധ്യമാകുന്നതാണ്. പിന്നെ ഇസ്ലാം ഭക്തിക്ക് വേണ്ട എല്ലാ അന്തരീക്ഷവും തീർക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പള്ളിയുടെ നിർമ്മാണം പോലും വളരെ മനോഹരമായി തീരാൻ കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞങ്ങൾ അത്തർ ഉപയോഗിച്ചിരുന്നു പള്ളി എന്നാണ്. അത്തർ അല്ലേ, നമുക്ക് ആർക്കെങ്കിലും തോന്നിക്കണം വെള്ളിയാഴ്ച വരുമ്പോൾ പള്ളിയിൽ എൻ്റെ വക ഒരു സുഗന്ധം, ഒരു നല്ല സുഗന്ധം, പള്ളിക്ക് ആളുകൾ വരുമ്പോൾ ഒരു സുഗന്ധം നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു എന്നാണ്. നമ്മുടെ പഴയ പള്ളിയിലൊക്കെ മൂത്രപ്പറിൻ്റെ വാസന എപ്പോഴും കിട്ടും ആളുകൾക്ക്. ഉള്ളിലെ പള്ളിയിൽ മീറാബിൻ്റെ അവിടെ ഇരുന്നാലും കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് പലപ്പോഴും പള്ളികളുണ്ട്. വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു പള്ളി, മനോഹരമായി ക്ലീൻ ചെയ്ത്, ഞാൻ പറഞ്ഞത് നമുക്ക് ഒരല്പം സമാധാനത്തോടു കൂടെ ഇരിക്കാൻ എവിടെയെങ്കിലും നാം വിരിപ്പൊരുക്കുന്നുവെങ്കിൽ അത് പള്ളിയിലാണ് നമ്മൾ ഒരുക്കേണ്ടത്. നമുക്കൊന്ന് സുന്ദരമായിരിക്കാൻ നമ്മുടെ സ്വന്തം വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഒരുക്കുന്ന, ഓഫീസ് റൂമിൽ ഒരുക്കുന്നതിനേക്കാളും നല്ല വിരിപ്പൊരുക്കേണ്ടത് പള്ളിയിലാണ്. കാരണം അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം എവിടെയും കിട്ടില്ല സഹോദരങ്ങൾ. ജീവിതത്തിൽ ഏറ്റവും അധികം വിശ്രമിക്കാൻ നമ്മൾ സമയം നീക്കി വെക്കേണ്ടത് പള്ളിയിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും വിരോധമല്ല, പ്രമാണങ്ങൾ അതിനെയാണ് സാധൂകരിക്കുന്നത്. സുബൈ കഴിഞ്ഞാൽ അയാൾ സൂര്യോദയം വരെ പള്ളിയിലിരിക്കട്ടെ എന്നാണ്. ഒന്ന് ഇരുന്ന് നോക്കുന്നു. ജീവിതത്തിൽ അത്രയും ഒരു പാർക്ക് പോയിരുന്നാലും അത്ര സമാധാനം കിട്ടില്ല. നല്ല വൃത്തിയുള്ള, ശുദ്ധിയുള്ള, സുഗന്ധമുള്ള, ഇരിക്കാൻ നല്ല സൗകര്യത്തോടു കൂടെ നമ്മൾ ഒരുക്കേണ്ടതാണ്. നമ്മുടെ പള്ളിക്ക് മുന്നിൽ ഗാർഡൻ ഉണ്ടാവണം, നല്ല പൂന്തോട്ടങ്ങളും വിശാലമായ സ്ഥലങ്ങളും. വെറുതെ വെള്ളം ചെലവാക്കാനും ലാവിഷാക്കാനും വേണം. അങ്ങനത്തെ ഒരു പള്ളി നാം നമുക്ക് വേണ്ടി ഒരുക്കുക, നമ്മളാണത് ഒരുക്കേണ്ടത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പല പള്ളിയിലും ജുമാക്ക് ഹുതുബക്ക് വേണ്ടി പോകുമ്പോൾ നമ്മുടെ പള്ളിയിൽ ഏതായാലും അതുണ്ട്. എല്ലാ ആളുകൾ സ്വന്തം പരിശ്രമഫലമായിട്ടാണ് ആളുകൾ പള്ളി ക്ലീൻ ചെയ്യാറ്. അവിടെയൊക്കെ വന്നാൽ ആ പള്ളിയുടെ പരിസരങ്ങളെ മനോഹരമാക്കാൻ എത്ര ശ്രദ്ധിക്കുന്ന ആളുകൾ. അവർക്ക് അന്ന് സാധിക്കുന്ന പോലെ അവർ വൃത്തിയാക്കിയിരുന്നു പള്ളി നൽകാൻ. ഞാൻ ഭക്തിയുടെ അന്തരീക്ഷം പള്ളി, ഒരു ചെറിയ ദുർവാസനയെ നിരുത്സാഹപ്പെടുത്തി ഉള്ളിൽ നിന്ന് പള്ളിയിൽ വരെ പറഞ്ഞത് ഒരു ദുർവാസന പള്ളിയിൽ വേണ്ടതാണ്. അത് പള്ളിയിൽ നിന്നും നീക്കം ചെയ്യാൻ അതിനെ പരിപാലിക്കുന്ന, ആ പള്ളിയിൽ നമസ്കരിക്കുന്ന ഓരോ ആളുകൾക്കും ഏത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് തൃപ്തിയില്ലാതെ സുജൂദ് ചെയ്യണം. പല ആളുകളും ചവിട്ടിയ ചളിയുടെ പാടുകൾ, അതേപോലെ തന്നെ നുരുമ്പിക്കിടക്കുന്ന പായയുടെ പാടുകൾ, അതേപോലെ തന്നെ കൈ കുത്തിയാൽ കൈ നിറച്ചും പൊടി പറ്റുന്ന നിറഞ്ഞു കിടക്കുന്ന സ്ഥലം, അതൊന്ന് വൃത്തിയാക്കിയാൽ അതിനെൻ്റെ ഭക്തിയിൽ വളരെ വലിയ സ്വാധീനമുണ്ട്, വളരെ വലിയ സ്വാധീനമുണ്ട്. എല്ലാ അന്തരീക്ഷവും നോക്ക്. നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ള സമയമാണെങ്കിൽ ജമാഅത്ത് അവിടെ തുടങ്ങിയാലും അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണ്. കാരണം ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നാൽ ഒരിക്കലും അയാൾക്ക് നിസ്കാരത്തിന് മനസ്സെടുക്കാൻ പറ്റില്ല. ചില ആൾക്കാർ ധൃതി വെച്ചൊന്ന് മൂത്രമൊഴിക്കാനൊക്കെ താല്പര്യമുണ്ടാവും, എന്നാലും പോകും. ഭക്ഷണം വിളമ്പി വെക്കുന്ന ഒരവസ്ഥ, വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. സഹോദരങ്ങൾ, വലിയ ഒരുക്കം ആവശ്യം. ഓടിൻ വരിക, കൈയാണ് കെട്ടുക, അത് ഭക്തി ഉണ്ടാക്കാൻ ഉപകരിക്കൂല. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഒതെടുത്ത് വരണമെന്നാണ്, വീട്ടിൽ നിന്ന് ഒതെടുത്ത് വരണമെന്ന്. മസ്ജിദുൽ ഖുബായിൽ ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിനെ പറ്റി പറയുമ്പോൾ പറയണത് മൻ തതഹറ ഫീ ബൈതിഹി, പ്രത്യേകം വീട്ടിൽ നിന്ന് ഒതെടുത്ത് വരണത് അതിന്റെ നിബന്ധനകളിൽപ്പെട്ട ഒന്നാണ്. പള്ളികളിൽ സാധാരണഗതി നമ്മുടെ നാട്ടിലൊക്കെ ഹൗലും വിശാലമായ സൗകര്യമുണ്ട്. പള്ളിക്കത്തെ വെള്ളം നിന്നാൽ കലാപികർ ടാങ്കിലെ വെള്ളം തീർന്നല്ലോ ആൾക്കാർ. ശരിക്കും എന്താ നിങ്ങൾ വീട്ടിൽ നിന്നാണ് ഒതെടുത്ത് വരേണ്ടത്. വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് വന്നിട്ടും ഒതു നിൽക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് പള്ളിക്ക്. മനസ്സിലായി? വീട്ടിൽ നിന്ന് ശരിക്കും വൃത്തിയായി ഒതുവെടുത്ത് നമ്മൾ അതിനുള്ള പൂർണ്ണ രൂപത്തിലാവും. അതെന്തായാലും നിസ്കാരത്തിന് വേണ്ടി എത്ര നേരത്തെ തയ്യാറാവണോ അത്ര നേരത്തെ നമസ്കാരത്തിൻ്റെ ഭക്തി നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോവുക. നടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണ്? ഈ നടത്തം നിസ്കാരത്തിനുള്ള നടത്താണെന്നാണ്. ആ നിയ്യത്തുണ്ടെങ്കിൽ ഓരോ അടിക്കും അല്ലാഹു പ്രതിഫലം തരും. എന്നിട്ട് പള്ളിക്ക് ചെന്നാലോ കുറച്ചു നേരം നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാൻ സമയം കണ്ടാൽ നല്ലത്. എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. അതിൻ്റെ മുമ്പും പിമ്പുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ട്, അത് നിസ്കരിക്കണം. വീട്ടിൽ നിസ്കരിക്കേണ്ടത് വീട്ടിൽ നിന്ന്, പള്ളി നിസ്കരിക്കേണ്ടത് പള്ളിയിൽ നിന്ന്, അങ്ങനെ നിസ്കരിക്കണം. അത് കഴിഞ്ഞ് വളരെ ഭക്തിപൂർവമായ നമസ്കാരത്തിലേക്ക് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ യഥാർത്ഥ സഹോദരങ്ങളെ നമ്മുടെ കൈ വളരെ കൃത്യമായൊരു സ്ഥാനത്ത് വെച്ചു. വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെ മാന്തി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. വളരെ കൃത്യമായൊരു സ്ഥലത്ത് കൈ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. വളരെ ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഇളകാൻ പറ്റുള്ളൂ. നമ്മളെ നാട്ടിൽ പറയണമാതിരി 3 വട്ടം ഇളകിയാൽ നിസ്കാരം ബാത്തിലാവുന്നതാണ്. അങ്ങനെ ഇളകാതെ ഒരാൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല ഈ കാലം വരെ. അപ്പം അത് തന്നെ സാധ്യമില്ലാത്ത കാര്യമാണ്. അനിവാര്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുവാദമുണ്ട്. പക്ഷെ ആ ഇളക്കങ്ങൾക്കും അനക്കങ്ങൾക്കും കൃത്യമായ നിയമമുണ്ട്.
ചില പണ്ഡിതന്മാരൊക്കെ 5 ഇളക്കങ്ങളെയും അനക്കങ്ങളെയും വീശി. ചില അനക്കങ്ങൾ കൂലി കിട്ടുന്ന അനക്കണ്ടെന്ന്, ചിലതൊക്കെ കൂലി കിട്ടും അനക്കം. ചില അനക്കങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ അനങ്ങേണ്ട കാര്യങ്ങളുണ്ടാവും. ചിലത് ജായിസായ അനുവദനീയമായ കാര്യങ്ങളുണ്ടാവും. അല്ലേ? നിസ്കാരത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ വിരൽ ചൂടുന്ന സമയത്ത് വിരൽ ഇളക്കണം എന്നാണ്. വിരൽ ഇളക്കേണ്ടതുണ്ടോയെന്ന് ആളുകൾക്ക് സംശയം. ചില ആളുകൾ പറയും അങ്ങനെ വിരൽ ഇളക്കുമ്പോൾ എനിക്കെൻ്റെ ഭക്തി നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് പറയുന്നത് നമസ്കാരത്തിനെതിരെയുള്ള ശക്തമായ ഒരു വിമർശനമാണ്. പറയാൻ പാടില്ല. വിരൽ ഇളക്കണോ ഇളക്കേണ്ടെന്നില്ല നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അത് ഇളക്കണത് എൻ്റെ ഭക്തിക്ക് തകരാറാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹർരികു ഇസ്ബഅഹു അൽ-യുംന യദ്ഉ ബിഹ. ഇങ്ങനെ ഒരാളെങ്ങനെ വിളിക്കുകയാണോ എന്ന് തോന്നുന്നത്, ആ വിളിക്കുകയാണോ എന്ന് തോന്നുന്ന കോലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തൻ്റെ വിരലുകളെ ഇളക്കിയിരുന്നു എന്ന് പറയണം. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, പിന്നെ ലഹിയ അശദ്ദു അല ശൈത്താനി മിനൽ ഹദീദ് എന്നാണ്. നമ്മളെ ഇരുമ്പ് കൊണ്ട് കുത്തുന്നതിനേക്കാളും ഏറ്റവും വലിയ പ്രയാസം പിശാചിനുണ്ടാക്കുന്ന ഒന്നാണ് ഏത്? ആ വിരൽ ഇളക്കുന്നത്. ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞതൊരു സുന്നത്തായ ഇളക്കാണ്. അങ്ങനെ ഇളക്കേണ്ട രംഗങ്ങളുണ്ട്, നിർബന്ധമായി ഇളകേണ്ട കാര്യങ്ങളുണ്ടാവും. ഒരു കുട്ടി ഒരു അപകടത്തിലേക്ക് നടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നമസ്കാരത്തിലാണെങ്കിലും കൈയഴിച്ചു പോയി ആ കുട്ടിയെ പിടിക്കണം. ഒരു അപകടത്തിലേക്ക് നടന്നു പോകുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ ആ അപകടത്തിൽ നിന്ന് അയാളെ രക്ഷിക്കണം. ഇതൊക്കെ നിസ്കാരത്തിലായതുകൊണ്ടാണ് ഞാൻ ചെയ്യായിരുന്നു എന്നുള്ളത് ഒഴിവല്ല എന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ കാര്യങ്ങളിലും നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭക്തിക്ക് അനുഗുണമാകുന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളുണ്ട്. കൈയൊരു സ്ഥലത്ത് വെക്കാണ്, കണ്ണ് സുജൂദ് ചെയ്യുന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നൊരു കാര്യമാണ്. കണ്ണ് അവിടെ തന്നെ വേണം. നമ്മുടെ എല്ലാ ക്ഷമതയുടെ ഏറ്റവും വലിയ ശക്തിയാണ് കണ്ണ്. കണ്ണ് എവിടെ പോയോ അത് നമ്മുടെ ശ്രദ്ധ തിരിക്കും. അതുകൊണ്ട് കണ്ണിനൊരു സ്ഥാനം നിസ്കരിക്കുമ്പോൾ നിർണയിച്ചു കൊടുത്താൽ സലാം വീട്ടിന് വരെ കണ്ണ് അവിടെ നിന്നാൽ തന്നെ നമുക്ക് ധാരാളം കണക്കിന് പിന്നെ ശ്രമങ്ങൾ ഒഴിവാകും ഭക്തിക്ക് വേണ്ടിയുള്ള. അത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. ഏത് സമയത്തും ഇമാമത്തും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും നമ്മൾ നോക്കേണ്ടത് ആ ഭാഗത്തേക്ക് തന്നെ. മാത്രമല്ല, ആകാശത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുന്നവരെ കുറിച്ച് പറഞ്ഞത് അവിടെ കണ്ണുകളെ ഒരു പക്ഷേ റാഞ്ചിയെടുക്കപ്പെട്ടേക്കാണ്. കാരണം അത്രയും ഗൗരവമാണ് മേലക്ക് നോക്കുക എന്ന് പറഞ്ഞത്. മേലക്ക് നോക്കാൻ പറ്റൂല, ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കാൻ പറ്റൂല. കുറുക്കൻ നോക്കുന്ന പോലെ നോക്കരുത്, കുറുക്കൻ നോക്കണ പോലെ നോക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇതൊക്കെ നമസ്കാരത്തിന്റെ ഭക്തിയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഹൃദയം കൊണ്ട് നിർവഹിക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരം. ഹൃദയം, ശാരീരിക ചലനങ്ങളുണ്ടെങ്കിലും ഹൃദയമാണ് അതിൽ ഏറ്റവും പ്രധാനം. ഹൃദയം ഏറ്റവും പ്രധാനം. ഇസ്തിഗ്ഫാറാണ്, പുറത്തു തരണേന്നാണ് എല്ലായ്പ്പോഴും പറയുന്നത്. ഇസ്തിഗ്ഫാറിന് ഹൃദയ സാന്നിധ്യമാണ് ആവശ്യം. തസ്ബീഹുകളും തഹ്ലീലുകളും ചെയ്യുമ്പോൾ അള്ളാഹുവിന് വിനയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ടല്ലാതെ തസ്ബീഹില്ല, മനസ്സുകൊണ്ടല്ലാതെ തഹ്ലീലില്ല, മനസ്സുകൊണ്ടല്ലാതെ ഇസ്തിഗ്ഫാറില്ല. അതുകൊണ്ട് ഏറ്റവും അധികം ഹൃദയ സാന്നിധ്യം ആവശ്യമുള്ളൊരു കർമ്മമാണത്. യാ അയ്യുഹല്ലദീന ആമനു അഖീമുസ് സ്വലാത്ത്, ഈ സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം എന്ന് പറയുമ്പോൾ ഇഖാമത്തുസ് സ്വലാത്ത് എന്ന് പറയുന്നതിൽ പ്രധാനമായും 3 ഘടകങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്ന്, നമസ്കാരത്തിന്റെ സമയമാണ്. അതേപോലെ തന്നെ നമസ്കാരം ശരിയായ രൂപത്തിൽ നിർവഹിക്കുന്ന നമസ്കാരത്തിന്റെ ഇത്തിബാണ്, റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം നിസ്കരിക്കാം. മറ്റൊന്ന് നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഖുശൂ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഭക്തി നമസ്കാരത്തിന്റെ ഏറ്റവും ഇഖാമത്തു സ്വലാത്തിന്റെ ഭാഗമായി പണ്ഡിതന്മാർ എണ്ണിയതും പരിഗണിച്ചതുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൻ അഖീമുസ് സ്വലാത്ത എന്ന് പറയുമ്പോൾ, നിസ്കാരം നിർവഹിക്കണം എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന്റെ നിർവഹണത്തിൽ ഏറ്റവും പ്രധാനമാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ ഭക്തി ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ മറ്റൊരു കാര്യം, നിസ്കാരം ഭക്തിപൂർണമാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഒന്ന്, ഇസ്ലാം കാര്യങ്ങൾ അറിയാലോ. ഇസ്ലാം കാര്യങ്ങൾ 5 കാര്യങ്ങൾ. അത് പാലിക്കാത്തൊരുത്തൻ മുസ്ലിം ആവൂല. ഒരുത്തൻ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവൻ കാഫിറാണ്. കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്തില്ലെങ്കിൽ അവൻ കാഫിറാണ്. യാതൊരു സംശയവും കാര്യത്തില്ല. കാരണം ഇസ്ലാം കാര്യങ്ങൾ ചെയ്തോളണം. ഈമാൻ കാര്യങ്ങൾ 6 ഉണ്ട്. ഒന്ന് വിട്ടുപോയാൽ അയാൾ അവിശ്വാസിയായി പോകും, കാഫിറായി പോകും. എന്നാൽ അതിനോട് കൂടെ പഠിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ് ഇഹ്സാൻ. ഇഹ്സാൻ കിട്ടില്ല. ഇഹ്സാൻ എന്താണ്? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് വിശ്വാസമുണ്ടായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അയാൾ ശരിയാകും. ഇതേപോലെ ആ 2 കാര്യത്തിലും മനുഷ്യനുണ്ടായിത്തീരേണ്ട ഒന്നാണ് ഇഹ്സാൻ.
ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദ റബ്ബക കഅന്നക തറാഹ്, നീ നിന്റെ രക്ഷിതാവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു എന്ന പൂർണ്ണ ബോധത്തോടെ ചെയ്യാം. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ജീവിതത്തിൽ മിക്കവാറും എല്ലാറ്റിനും ഭക്തി നഷ്ടപ്പെട്ട് പോയത് തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗമാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുന്നു, അവൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്നവളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അത് മതി. സാരി ധരിക്കുമ്പോൾ സാരിന്റെ തലപ്പ് തലയിലിട്ടാ മതി. ഒരു ചെറിയ മഫ്ത കൊണ്ടൊന്ന് ചുറ്റിക്കെട്ടിയാൽ ആളുകൾക്ക് മുമ്പിൽ അവൾ ഇസ്ലാമിക വസ്ത്രധാരണം ധരിക്കുന്നവരാണ്. പക്ഷേ ഈ വസ്ത്രം കൊണ്ട് റബ്ബ് തൃപ്തിയായോ, പടച്ച തമ്പുരാൻ തൃപ്തിയായോ? പടച്ച തമ്പുരാൻ തൃപ്തിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ പ്രതിഫലമുള്ളൂ. അതെങ്ങനെയാണ്? ആ വസ്ത്രം ധരിച്ചു നിന്നിട്ട് എന്റെ റബ്ബ് എന്നെ നോക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ എന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും എന്റെ ഈ കൈയും എന്റെ ഈ ശരീരത്തിൽ ചേർന്ന വസ്ത്രവും എന്റെ റബ്ബ് തൃപ്തനാണോ എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അത് ഇഹ്സാനായി മാറുന്നത്. അപ്പോഴേ ഇഹ്സാനാവുള്ളൂ. ഏത് കർമ്മത്തിലുമുണ്ട് ഇഹ്സാൻ, ഏത് കർമ്മത്തിലുമുണ്ടത്. അല്ലാഹു തൃപ്തനാണോ? അതുപോലെ തന്നെ സഹോദരങ്ങളെ, നിസ്കരിക്കാൻ നിൽക്കുന്ന ആദ്യ നിമിഷം മുതൽ അവസാന സലാം വീട്ടുന്നത് വരെ നമ്മുടെ മനസ്സുകളുടെ ചിന്തകളും വിചാരങ്ങളും ചലനങ്ങളും ഇളക്കങ്ങളും എല്ലാം അള്ളാഹു നോക്കി നിൽക്കുകയാണ്. നാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് മറുപടി പറയുന്നു. അർ-റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു മറുപടി പറയുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് അള്ളാഹു കണ്ടുകൊണ്ട് നിർവഹിക്കുന്നു എന്ന് വിചാരിച്ചാൽ യഥാർത്ഥത്തിൽ നമസ്കാരം ഭക്തപൂർണമാകും. ഇഹ്സാനെ കുറിച്ചുള്ള വിചാരം നമസ്കാരത്തിന്റെ ഭക്തിക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. ഇതേപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ പാരായണം. നമസ്കാരത്തിൽ ഓതുന്ന ഖുർആൻ പാരായണങ്ങൾക്ക് ഭക്തി നിർവഹിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. നമ്മൾ പല ആളുകളെയും നമസ്കാരം ഭക്തിപൂർണമാകാത്തത് ഓതിയ സൂറത്ത് ഏതാന്ന് അറിയില്ല. ഒരു ദിവസം നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇന്നത്തെ ളുഹറിൽ ഞാൻ സൂറത്തു തീൻ വത്തീനി വസൈത്തൂനാണ് ഓതുക. അതിപ്പോ എനിക്ക് ശരിക്കും മനപ്പാടല്ലല്ലോ. മുസായപ്പം നോക്കി തുറന്നുവെച്ച് ശരിക്കതൊക്കെ ഒന്ന് മനപ്പാടമാക്കി ഒന്ന് നിസ്കരിച്ചു നോക്കി. ഇമാമുക്കാൻ പോകുമ്പോൾ മാത്രമല്ല, ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും. അങ്ങനെ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടാവും? ഇന്നത്തെ ഇമാമ് നിൽക്കണോന്ന് ആലോചിച്ചിട്ടുണ്ടാവും ഇന്ന് സുബൈക്ക് ഏതാണ് ഓതേണ്ടത്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാള് ഞാൻ ഇന്ന് ഏതാണ് ഓതുക എന്നുള്ളതിനെ പറ്റി അയാൾ ആലോചിക്കുന്നില്ലല്ലോ. അടുപ്പോയി നിൽക്കട്ടത്. നിസ്കരിച്ച് കഴിഞ്ഞ് വന്നിട്ട് മുമ്പോട്ട് ചോദിച്ചാൽ മതി ഏതേപ്പം ഒന്ന് ഓതിയെന്ന് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല. ഖുർആൻ കൃത്യമായും ഭക്തമായും പാരായണം ചെയ്താൽ പിശാച് ഒരു പരിധിവരെ നിസ്കാരത്തെ നമ്മളെ തെറ്റിക്കൂല. ഫാത്തിഹ സൂറത്തൊക്കെ വലിയ ശക്തിയുള്ളതാണ്. 4 വട്ടം ഫാത്തിഹ ഓതുന്നില്ല 4 റക്അത്തിലെ നിസ്കാരത്തിൽ. ശരിക്കും ഭക്തിപൂർവമായി ഖുർആൻ ഓതും. നബിന്റെ ഹദീസ് മനസ്സിലായി ഓതുന്നത് നമ്മൾ കേൾക്കണം എന്നാണ്. ഓതുന്നത് നമ്മൾ കേൾക്കണം. ഏത് സമയത്തും അങ്ങനെയാണ്. നമ്മളിങ്ങനെ പറയണത് നമ്മൾ തന്നെ കേട്ടുങ്ങോട്ട് ഓതുക. അങ്ങനെ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ഓത്തിന്റെ ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ശരിയായ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന നിസ്കാരത്തിൽ ഇന്ന് ഇശാക്ക് നിസ്കരിക്കുമ്പോൾ ഏത് സൂറത്താണ് ഞാൻ ഓതുക എന്ന് മുൻകൂട്ടി തീരുമാനിക്കുക, അതന്നെ ഓതുക. ഖുർആൻ പാരായണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ്. ഖുർആൻ പാരായണമാണ് നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും. ദീർഘമായ നമസ്കാരങ്ങളൊക്കെ ദീർഘിപ്പിക്കുക എങ്ങനെയാണ്? ഖുർആൻ ഓതിയിട്ട് ദീർഘിപ്പിക്കാം. അപ്പൊ ആ ഖുർആൻ ഓതുന്നത് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കാം. രണ്ടാമത്തൊരു കാര്യം, എങ്ങനെയോ ഒരു ധാരണ നമ്മുടെ ആളുകൾക്ക് വന്നു പെട്ടിട്ടുണ്ട്, നിസ്കാരത്തിൽ ചൊല്ലുന്നതിന്റെ അർത്ഥം അറിഞ്ഞുകൊള്ളണമെന്നില്ലാന്ന്. അതുകൊണ്ട് തന്നെ എന്താ, നിങ്ങൾ അറിയണോലും അർത്ഥം ആലോചിക്കൂല. അറിയാത്തവർക്ക് ഏതായാലും അർത്ഥം ആലോചിക്കാൻ കഴിയൂല. അറിയണോലെ എന്തായാലും അർത്ഥം ആ ഒരു ലാഘവത്തോടെ കാണും. ചൊല്ലിയാൽ പോരെ മതിയോ സഹോദരങ്ങളെ? ഒരു ചെറിയ ഒരു പരിശോധന ആവശ്യമുള്ള ഒരു വിഷയമാണ് അതെന്ന് തോന്നുക. ഇപ്പൊ ഒരാൾ എപ്പോഴും ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് സുബ്ഹാനല്ലാഹ് നിസ്കരിച്ചാൽ മതി. അള്ളാഹു തക്ബീറത്തുൽ കെട്ടി സലാം വീട്ടിന് വരെ വെറും സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും അയാളെ നിസ്കാരം ശരിയാവും. പിന്നെ അയാൾ കുറച്ച് സൂറത്തും ആയത്തൊക്കെ പഠിച്ചാൽ അതാണ് ചൊല്ലിയാൽ മതി അയാള്. പക്ഷെ ശരിയായ നിസ്കാരം അതാണോ? അല്ല. അയാളെല്ലാം പഠിച്ചിരിക്കണം. അപ്പോൾ അറിയാത്തവൻ ഒരു പക്ഷേ നമസ്കാരത്തിന് ദിക്റുകളും ദുആകളും അറിവില്ലാതെ ചൊല്ലിയാലും അയാൾക്ക് പ്രതിഫലം കിട്ടിയേക്കാം. പക്ഷെ നിസ്കരിക്കുന്ന ഒരു മുഅ്മിൻ അത് പഠിച്ചിരിക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാന്റെ റസൂൽ നിസ്കാരത്തിന് ദുആ പഠിപ്പിക്കുമ്പോൾ അർത്ഥം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ആളുകൾക്ക് വജ്ജഹത്തിന് അർത്ഥം പഠിപ്പിക്കണം, ഫാത്തിഹ സൂറത്തിന് അർത്ഥം പഠിപ്പിക്കണം. യാതൊരു ആവശ്യമില്ല. അർത്ഥം അറിയാം. അവിടെ അർത്ഥം പഠിക്കാന്നുള്ള വലിയൊരു നിയമമായി നിബന്ധനയായിട്ട് ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ മദ്യപാനം പൂർണ്ണമായി വിരോധിക്കുന്നതിന് മുമ്പ്
നിസ്കരിക്കാൻ പോകുന്ന ആളുകളോട് പറഞ്ഞു, വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ ഹത്താ തഅലമു മാ തഖൂലൂൻ. നിങ്ങൾ ലഹരി ബാധിച്ചവരായി കൂടെ നിസ്കരിക്കാൻ പോകരുത്. എന്താണ് കാര്യം? ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ. അന്തേ മദ്യം നിരോധിക്കുമ്പോൾ ആദ്യം നിസ്കാരത്തിലാ നിരോധിച്ചത്. നിസ്കരിക്കുമ്പോൾ പറയുന്നത് ഓർമ്മ ഉണ്ടാവില്ല. പ്രാർത്ഥന ചൊല്ലാഞ്ഞിട്ടല്ല, ഓര് ചൊല്ലുന്നുണ്ട്, വളരെ കൃത്യമായി മനപ്പാഠം ചെല്ലുന്നുണ്ട്. തെറ്റിയിട്ടുമല്ല, തെറ്റുന്നതല്ല പ്രശ്നം. ഏത് മദ്യത്തിന്റെ ലഹരി കൊണ്ട് നിസ്കരിക്കുമ്പോൾ ചെല്ലുന്നത് തെറ്റിനോതുകൊണ്ടും അല്ല പോലെ വിരോധിച്ചത്. പിന്നെ എന്തുകൊണ്ടാ വിരോധിച്ചത്? ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയണത് നിങ്ങൾക്ക് തിരിയണം. അപ്പൊ സഹോദരങ്ങളെ, പറയുന്നത് തിരിയാന്നുള്ളത് ഖുർആൻ നമ്മളോട് നിർദ്ദേശിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് അർത്ഥം പഠിച്ചോളണം. അധികമൊന്നും പഠിക്കാലല്ലോ. ഒരു റക്കാത്തുക്കുള്ളത് പഠിച്ചാൽ മതിയല്ലോ അല്ലേ? ഒരു റക്കാത്തുക്കുള്ളത് പഠിച്ചാൽ പോരെ. ബാക്കിയുള്ളതിലൊക്കെ അപ്പൊ അതന്നെയല്ലേ ചെല്ലുന്നത്. ഞാൻ പറയുന്നത്, അർത്ഥം അറിയുന്നവർ അർത്ഥം ആലോചിച്ചെന്നെ ചെല്ലണം. അർത്ഥം ആലോചിക്കണം. അർത്ഥം ആലോചിക്കുക. ഫാത്തിഹ സൂറത്തിന്റെയും ദുആഉൽ ഇഫ്തിതാഹിന്റെയും ഒക്കെ അർത്ഥം, അതേപോലെ തന്നെ ഓരോന്നും അർത്ഥം അറിയണം. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ അള്ളാഹിനോട് എന്തൊക്കെ നമ്മൾ ചോദിക്കണം? 7 കാര്യം. ആ 7 കാര്യം അറിവോടുകൂടെയും അർത്ഥത്തോടു കൂടെയും തന്നെ നമ്മൾ ചോദിക്കണം. അതിനർത്ഥം അറിയണം. അർത്ഥം ആലോചിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഒരാളുടെ നമസ്കാരം ഭക്തിപൂർണമാകും. അത് സംശയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്തോ ഒരു ലാഘവത്വം ആണ്, ചെല്ലിയാൽ മതി. അതുകൊണ്ട് അർത്ഥം അറിയണവരും ആണ് ചെല്ലും, അർത്ഥം അറിയാത്തവർക്ക് ഏതായാലും ചൊല്ലല്ലാതെ എന്താ അവർ ചെയ്യുക? അപ്പോൾ ഒരു മാറ്റം. ഇന്ന് തന്നെ പോയിട്ട് അർത്ഥം അറിയാത്ത ആൾക്കാർ ചെറിയ പുസ്തകം കിട്ടും, നിങ്ങളത് വാങ്ങിയിട്ട് അർത്ഥം പഠിച്ച് അർത്ഥത്തെ അറിഞ്ഞുകൊണ്ടും അറിവോടുകൂടെയും തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വലാത്തു മുബദ്ദിഅ, ഒരു മുബദ്ദിഅന്റെ നിസ്കാരം നിസ്കരിക്കുക. എന്താണ്? അടുത്ത ഇന്ന് 3 മണിക്ക് നിങ്ങൾ മരിക്കും. 3 മണിക്ക് നിങ്ങൾ മരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ലോഹറും കൂടി ഉള്ളു നിങ്ങൾക്ക് എന്ന് വിചാരിച്ചോളിന്ന് നബി പറഞ്ഞേന്. അങ്ങനെ വിചാരിച്ച് നിസ്കരിച്ചാൽ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാകും ഇത് എന്നൊരാൾ വിചാരിച്ചാൽ ആ നമസ്കാരവും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭക്തിപൂർണമാക്കി മാറ്റാൻ പറ്റുമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ നിസ്കാരത്തിന് വേണ്ടി നിർദ്ദേശിച്ച ചിട്ടവട്ടങ്ങളോട് കൂടെയും അതിൻ്റെ നിബന്ധനകളോടുകൂടെയും അത് പൂർണ്ണമായ അർത്ഥത്തിലും നമ്മൾ ചെയ്യാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. നമസ്കാരത്തിൽ അത് ശ്രദ്ധാപൂർവമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമസ്കാരത്തിൽ കൃത്യമായി ഉണ്ടായിരിക്കേണ്ട അശ്രദ്ധമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ സംസാരത്തിന് വിരാമം കുറിക്കുകയാണ്. ഒന്ന്, വറത്തിലിൽ ഖുർആന തർത്തീല. വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആനെ നിങ്ങൾ സാവകാശത്തിൽ ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓതിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കഴിഞ്ഞാൽ പിന്നെ നബി മറന്നോന്ന് വിചാരിക്കും. നമ്മളെയൊക്കെ നാട്ടിലാണെങ്കിൽ അപ്പോഴേക്കിന് ബേക്കുന്ന ആൾക്കാർ പറയും അർ റഹ്മാൻ റഹീം, മറന്നതാ വിചാരിച്ചിട്ട്. അത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നു പറയണിൽ, അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത്ര ഗ്യാപ്പ്. സാവകാശം ഓതുക. ചില ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ അറിയുള്ളൂ ഫാത്തിഹ തുടങ്ങിയാൽ. വറത്തിലിൽ ഖുർആന തർത്തീല, സാവകാശത്തിൽ നമ്മൾ ഓതണം. മനസ്സിലായില്ലേ? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന സമയത്ത് കാന യുഖത്തിഉ ഖിറാഅത്തുഹു ആയത്തൻ ആയാനാണ്. നബി ഇങ്ങനെ ഓരോ ആയത്ത് ഇങ്ങനെ നിർത്തിയാണ് ഓയുന്നതെന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുമ്മ യഖിഫു, പിന്നെ കുറച്ചു നേരം ഇങ്ങനെ നിൽക്കും. അർ റഹ്മാൻ റഹീം, പിന്നെ നബി അർ റഹ്മാൻ റഹീം എന്ന് പറയാനാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ നമസ്കാരത്തിൽ ഓതുമ്പോൾ മനോഹരമായി ഓതുക. ചില ആൾക്കാർ ഓത്തൻ കേട്ടാൽ നമ്മൾ പരലോകത്തൊക്കെ എത്തും. അങ്ങനത്തെ ഓത്ത് അങ്ങനെ ഓതാം. ഞാൻ പറഞ്ഞ കുറച്ചൊക്കെ പള്ളിയിൽ ഇമാമൊക്കെ നിൽക്കുന്ന ആൾക്കാരെ, അങ്ങനെ ഓതാൻ പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്ത് നിർത്തുക. പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഇതിന് വേതനം കൊടുക്കാല്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മളുടെ സാധാരണ ഇപ്പോൾ നമ്മളിവിടുത്തെ ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഖിറാഅത്ത് നമ്മളിവിടെ പള്ളിയിൽ കിട്ടുന്നതാണ്. നമ്മളിവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ പള്ളിയിൽ കണ്ടോ, നല്ല വളരെ സുന്ദരമായൊരു ഖിറാഅത്ത്, വളരെ നിർത്തി അർത്ഥപൂർണമായൊരു ഖിറാഅത്ത്. ഞാൻ പറഞ്ഞ ആ ഖിറാഅത്ത് മാറിയപ്പോൾ തന്നെ മൗമുമീങ്ങളുടെ നിലപാട് തന്നെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും അവിടെ. ആ ഓത്ത്, അതേപോലെ തന്നെ ബാങ്ക്,
അതൊക്കെ ശരിക്കും അത് വെറുതെ പറയണതല്ലത്, അതിന് നിയമമുണ്ട്. സയ്യിനൂ അൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആനിനെ ഭംഗിയാക്കുക. ഇന്ന സൗത്തൽ ഹസൻ, ഏറ്റവും നല്ല പാരായണം, നല്ല ശബ്ദം, യസീദുൽ ഖുർആന ഹുസ്ന, ഖുർആന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന. നല്ല ശബ്ദം കൊണ്ട് ഖുർആൻ ഓതുമ്പോൾ ഖുർആന്റെ ഭംഗിക്ക് വർധനവുണ്ടാവുന്നത്. നല്ല മനോഹരമായ ഖിറാഅത്ത് ഓതാൻ കഴിയുന്ന രൂപത്തിൽ. അപ്പോൾ വളരെ മനോഹരമായി ഓതാൻ കഴിയുന്ന ആളുകൾ അല്പം ദീർഘമായി ഓതിയാലും വിഷമമുണ്ടാവില്ല എന്നാണ്. എല്ലാവർക്കും ഇപ്പോൾ അള്ളാഹു കൊടുക്കൂല അങ്ങനത്തെ ഒരു കഴിവ് എന്നറിയൊക്കെ, എങ്കിലും തൻ്റെ കഴിവിനനുസരിച്ച് കൊണ്ടുള്ളൊരു പാരായണം. പിന്നെ കൃത്രിമത്വം സൃഷ്ടിക്കാതിരിക്കാൻ നോക്കാം. ചില ആളുകൾ ഓത്തിൽ എന്ത് ചെയ്യുന്നൊരു ഓൽക്ക് കഴിയാത്ത കോലത്തിൽ ഓതരുത്. നമ്മൾ വേറൊരാളെ ശൈലി അനുകരിക്കണം. എനിക്കൊരു ശൈലി ഉണ്ട് പ്രസംഗിക്കുക, ഞാൻ വേറൊരാളെ ശൈലി വന്ന് പ്രസംഗിച്ചാൽ കയ്യോളങ്ങൾ ഇടങ്ങാറാണ്ട് വരും. കാരണം നിങ്ങൾക്ക് അത് കേട്ടിക്കാൻ കഴിയൂല, അതാ പ്രശ്നം. അപ്പം നമുക്കൊരു ശൈലി ഉണ്ട് ഓതാൻ, ആ ശൈലിയിലേ നമ്മൾ ഓതാവും. വേറൊരു ശൈലി നമ്മൾ കടമെടുക്കുമ്പോൾ നാച്ചുറലായിട്ട് ഒരാൾക്കാർക്ക് ഒരു കൃത്രിമത്വം ഏതൊരു കാര്യത്തിനും അപകടകരമായ കാര്യമാണ്. അതേപോലെ തന്നെ വകാന യഉദ്ദു സൗതഹു ബിൽ ഖുർആനി മദ്ദ, നബി നീട്ടി ഓതുന്നത്. നീട്ടാൻ അതിനൊരു അനുവാദമുണ്ട്. തജ്വീദ് നിയമങ്ങൾ തന്നെ അങ്ങനെ ഉണ്ട്, നീട്ടി ഓതാൻ. അവസാനം നീട്ടാനില്ലെങ്കിലും നിർത്തുന്ന സ്ഥലത്തൊന്നും നീട്ടി നിർത്താൻ, നീട്ടി ഓതാണ്. പിന്നെ അതേപോലെ തന്നെ നബി നമസ്കാരത്തിൻ്റെ പ്രത്യേകതകളാണ് പല കാര്യങ്ങളും. നമസ്കാരത്തിന് സാധാരണ ഉള്ള കാര്യങ്ങൾ, നിസ്കാരം കഴിഞ്ഞാൽ നബി തസ്ബീഹ് ചെല്ലും. തസ്ബീഹിൻ്റെ മാല കൊണ്ടല്ല, വിരലുകൊണ്ടാണ്. അത് ഭക്തിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വലത്തെ കൈ, ഇടത്തെ കൈ ഉപയോഗിക്കാൻ പറ്റും. വലത്തെ കൈ, ആൾക്കാർ രണ്ട് കൈയായിട്ട് എണ്ണം പിടിക്കുക. വലത്തെ കൈയാണ്. കാന യഅഖിദു തസ്ബീഹ ബിയമീനിഹി, വലത്തെ കൈ കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. മനസ്സിലായി? മാല എന്തിനാണ്? തെറ്റാതെക്കാൻ എന്തിനാ? തെറ്റുക എപ്പോഴാ? അശ്രദ്ധ വരുമ്പോഴാണ് തെറ്റുക. അവിടെ ശ്രദ്ധ കൂടുതൽ കിട്ടാൻ നല്ലത് ഏതാണ്? നമ്മൾ പിന്നെ ഈ കൈകൾ പരലോകത്ത് സാക്ഷി പറയാനുണ്ടാവും ചെയ്യുന്നത്. ഏത് കാര്യത്തിലും വളരെ കൃത്യമായ രൂപത്തിലാണ് നബി ഓരോ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നിർവഹിക്കാം, ഒളു ശരിയായി നിൽക്കാം. അതേ തന്നെ വേറൊരു കാര്യമാണ് എന്തറിയും, ബാങ്കും ഇഖാമത്തും വളരെ പ്രധാനം. ബാങ്കും ഇഖാമത്തും. ഒരു സഹാബി ഒരു യാത്ര പോയ സമയത്ത് അയാൾ ഒറ്റയ്ക്ക് വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടു. അപ്പോൾ എന്തോ ഒരു വസ്തു താഴത്തേക്ക് വീഴുന്ന ഒരു ഭയങ്കര ശബ്ദം കേട്ടു. അയാൾ ചെറിയൊരു പേടിച്ചിട്ടാണ് അയാൾ നബിനോട് വന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, നീ ഒറ്റക്കാണെങ്കിലും നീ ഉറക്കെ ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് കേൾക്കും. പിശാചുക്കൾ ഓടിപ്പോകും ബാങ്ക് കേൾക്കുമ്പോൾ. അതേപോലെ ജിന്നുകളും മനുഷ്യരും മലക്കുകളും എല്ലാം സാക്ഷ്യം വഹിക്കും ബാങ്കിന്. ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്കിൻ്റെ ശബ്ദത്തിന് മലക്ക് സാക്ഷ്യം വഹിക്കും, ജിന്ന് സാക്ഷ്യം വഹിക്കും, കേൾക്കുന്ന മനുഷ്യന്മാരൊക്കെ സാക്ഷ്യം വഹിക്കും. അതുകൊണ്ട് ബാങ്ക് നമ്മൾ കൊടുക്കണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സുന്ദരമായി ബാങ്ക് കൊടുക്കുക, ഇഖാമത്തും കൊടുക്കുക. ആ ബാങ്കും ഇഖാമത്തും തന്നെ നമസ്കാരത്തിൻ്റെ ഭക്തിയിലേക്കുള്ള ഏറ്റവും വലിയൊരു പ്രവേശനമാണ്. ചില ആളുകളുണ്ട് ഓടിൻ വരിക, കയ്യാണ് കെട്ടുക, അതുണ്ട്. നമ്മൾ ഒന്നാണ്ട് ആലോചിച്ച് ആ ബാങ്കും ഇഖാമത്തും ശരിക്കും നിർവഹിച്ചാൽ തന്നെ കുറേ മാറ്റങ്ങളുണ്ടാകും. ഒളു കൃത്യമായി നമ്മൾ നിർവഹിക്കുക, നിസ്കാരം പള്ളിയിലായി നിർവഹിക്കാൻ ശ്രമിക്കുക, വക്തിന് നിർവഹിക്കാം. ഇത്തരം കാര്യങ്ങളിലെക്കുറിച്ച് ശ്രദ്ധ പുലർത്തുമ്പോൾ നമ്മുടെ നമസ്കാരം ഭക്തിപൂർവ്വമാകുമ്പോൾ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകും, പ്രകാശമുണ്ടാകും, മനസ്സിന് ധൈര്യമുണ്ടാകും, സമാധാനമുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും, ഖബറിലും പരലോകത്തിലും നമുക്ക് വിജയമുണ്ടാകും. നമ്മുടെ വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾ വീട്ടിൽ നിസ്കരിക്കാനൊരു സ്ഥലം നീക്കി വെക്കുക. സഹാബത്ത് നബിയെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി വീട്ടിലെ നമസ്കാരങ്ങളെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിരുന്നുണ്ട്. നബിയോടെ കൊണ്ട് നിസ്കരിപ്പിക്കും അവർ. അതുകൊണ്ട് വീട്ടിലതിനൊരു സ്ഥലം നമ്മൾ കൃത്യമായി നീക്കി വെക്കുന്നത് നന്നായിരിക്കും. പലതിനും സ്ഥലം കാണുന്ന ആളുകൾ പലപ്പോഴും അങ്ങനെ ഒരു നമസ്കരിക്കാനൊരു സ്ഥലം പലപ്പോഴും കണ്ടെത്താറില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വീട്ടിൽ അത് വൃത്തിയുള്ളതായി സൂക്ഷിക്കുക, അത് ഭക്തിപൂർവ്വമാക്കി തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. അത് ഏറ്റവും സാധിക്കുകയാണെങ്കിൽ വീട്ടിൽ ഏറ്റവും ഒഴിഞ്ഞ് വിശാലതയുള്ള നല്ല വെളിച്ചവും പ്രകാശമൊക്കെ കിട്ടുന്ന നല്ല ഒരു സ്ഥലം, നല്ല വെളിച്ചത്തോടു കൂടെ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഒരു സ്ഥലം, നല്ല ഇരിക്കാനും ഒക്കെ നമ്മുടെ ശ്രദ്ധ തെറ്റാത്ത നല്ല ആളുകളിപ്പോൾ നിസ്കാരം ഭക്തിപൂർവ്വമാക്കാൻ ആൾക്കാർ ആകെ വാങ്ങണം എന്താ നിങ്ങൾ കൊത്തും പുള്ളിയൊക്കെയുള്ളൊരു മുസല്ലേനെ വാങ്ങിക്കൊണ്ടല്ലേ. നമ്മുടെ നാട്ടിലെ ആൾക്കാർ നിസ്കാരം ഭക്തിപൂർവ്വമാക്കാൻ വേണ്ടി മക്കത്തൊക്കെ പോയാൽ അവിടുന്ന് ആകെ വാങ്ങൽ തസ്ബീഹുമാരി നിസ്കാരം, രണ്ടും നിസ്കാരത്തിൻ്റെ പിന്നെ മുസല്ലയാണ്, ഭക്തി കളയുന്ന സാധനങ്ങളെ കൊണ്ടു. ഈ സഹോദരങ്ങൾ യാതൊരു ന്യായമല്ല.
പള്ളിയിലാണെങ്കിൽ എവിടെയെങ്കിലും ഈ അനേകം ചിത്രപ്പണികൾ, ആ ചിത്രപ്പണിയിൽ ഏറ്റവും പ്രധാന ചിത്രപ്പണി ചന്ദ്രക്കലയാണ്. ഈ ചന്ദ്രക്കല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കി കൊടുത്ത ഒരു ബിംബാണ്, ഒരു പ്രതിമ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ഉണ്ടായിക്കോട്ടെ, അതിന് ഞമ്മക്ക് ഉണ്ടാക്കി തന്നാണ്. ഞമ്മക്ക് എവിടെയെങ്കിലും വരക്കാനോ എഴുതാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു സാധനം വേണ്ട ഉണ്ടാക്കി. അല്ലാതെ ഈ ചന്ദ്രക്കലയ്ക്ക് എന്ത് പ്രാധാന്യം? പള്ളിൻ്റെ മുനാരത്തിൻ്റെ മേലെ ചന്ദ്രക്കല എവിടുന്ന് വന്നു സഹോദരൻ? ഇതൊന്നും ഇസ്ലാമിലില്ല അങ്ങനെ ഒരു സാധനം. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ ഒരു ചന്ദ്രക്കല, അതൊരു ബിംബാണ്. മുസ്ലിങ്ങൾക്ക് ഒരു ബിംബമായി മറ്റുള്ളവർ നിശ്ചയിച്ചു കൊടുത്തൊരു സാധനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാനെങ്കിൽ നമ്മൾ ആ സാധനം, അതാ മുസല്ലമ്മക്കാര്യം. പിന്നെ പള്ളിൻ്റെ കുറേ മുനാരം. പള്ളിക്ക് എവിടെ മുനാരം? പള്ളിയുടെ മുനാരം, പള്ളിക്ക് മുനാരല്ല. അത് സാധാരണ ഇതിൽ പള്ളിയെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ചിഹ്നമായി ആളുകൾ ഉപയോഗിച്ചു പോന്നപ്പോൾ അത് ഉപയോഗിച്ച് പോകുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ മിഹ്റാബ്, ഈ മുനാരം, ഇതൊക്കെ മിഹ്റാബ് എന്തിനാ? നിസ്കരിക്കാനും പിന്നെ ഇതിനെ സാധാരണയുള്ള ഈ ഒരു നമസ്കാര മണ്ഡപം, നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം എന്നാണ് മിഹ്റാബ് എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ. അല്ലാതെ ഇമാമിനായിട്ട് പ്രത്യേകം ഭയങ്കര ശില്പവസ്തുക്കളും സാധനങ്ങളൊക്കെ വെച്ച് അയാൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരു വല്ലാത്ത ലോകത്തേക്ക് ചന്ദ്രനിൽ ഇരിക്കണമാതിരി ഇരിക്കേണ്ട യാതൊരു ആവശ്യവും അതിനില്ല. അതിൻ്റെ യാതൊരു വളരെ ഓപ്പണായിട്ട് ചില ആൾക്കാർക്ക് അവിടേക്ക് ചെല്ലാൻ തന്നെ പേടിയാണ്, പഴയ പള്ളിൻ്റെ ഒക്കെ അവിടേക്ക്. അങ്ങനത്തെ ശരിക്കും ഇമാമ് മൗമൂമിനോട് ഏറ്റവും ചേർന്ന് നിൽക്കണം എന്നാണ്, ഏറ്റവും ചേർന്നാണ് നിൽക്കേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്ന നൃത്തം തെറ്റല്ലെങ്കിലും പ്രോത്സാഹനകരമായത് മൗമൂമിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട. സ്ഥലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ മുസല്ലയാണ് നമ്മൾ ആൾക്കാർ ഭക്തി കൊണ്ടുവരുന്ന ഒരു സാധനം. അത് ഒഴിവാക്കിയിട്ട് അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ നല്ല വെളുത്തൊരു തോർത്തുമുണ്ടാണ് വിരിച്ചാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പരിഹാര മാർഗം. എന്നാൽ അതിൻ്റെ ഒരു സ്മൂത്തായ ഒരു അവസ്ഥ കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഒരു കാര്യം അങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ മേലെ ഒരു വെള്ളത്തുണി വിരിക്കലാണ്. അല്ലെങ്കിൽ ഒരു നല്ല മനോഹരമായൊരു വെള്ള കുത്തുപുള്ളിയൊന്നും ഇല്ലാത്ത നല്ല വെള്ള ടർക്ക് വാങ്ങി മിഹ്റാബിൽ വിരിച്ചാൽ ഒരു പ്രശ്നം വരാൻ മുസല്ലനേക്കാളും നന്നായി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലും അതിന് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക. എന്തൊക്കെയെന്ന് വിചാരിച്ചാൽ നമ്മളെ ഭക്തിയാണ് കളഞ്ഞാൽ ശൈത്താന് സമാധാനം. അതിനില്ല എല്ലാ പരിപാടി നിസ്കാരത്തിൽ പേപ്പിക്കാനായിട്ടൊരു ശൈത്താണ്ട്. അതാണ് ഇപ്പോൾ ഈ ആളുകൾ ഭക്തിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഫിൻ്റെ കാര്യം. നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ സഫിൻ്റെ നിയമം സഫുവക്കും നബി നിസ്കരിക്കാൻ നിന്ന് അങ്ങനെ ഇറങ്ങി വരുത്തണേ, എന്നിട്ട് ഓരോ സഫു കൂടി നടന്നിട്ട് ആൾക്കാരെങ്ങനെ അടുത്തടുത്ത് നിർത്തുന്നതാണ്. അതേപോലെ തന്നെ പറഞ്ഞു ഇബാദല്ലാ, അള്ളാഹുവിൻ്റെ അടിമകളെ, തുസവ്വുന്ന തുസ്ഫുവക്കും, നിങ്ങൾ നിങ്ങളെ സഫ് നേരാക്കി കിട്ടില്ലേ. ഔല യുഹാരിഫൻ അള്ളാഹു ബൈന വുജൂഹിക്കും, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കും. ഇമാം ബുഖാരിന്റെ ഹദീസ്. തറാസു, നിങ്ങൾ തറാസു, നിങ്ങൾ ശരിക്കും ഇഷ്ടികകളെ പോലെ ചേർന്ന് നിൽക്കുക എന്നാണ് തറാസു. വലാ തദഉ ഫുർജാതു ശൈത്താൻ, നിങ്ങൾ ഒരിക്കലും ഷെയ്ത്താനിന്റെ വടവ് ഉണ്ടാക്കരുത്. ഷെയ്ത്താന്റെ വടവ് സഫിന്റെ അടിയിൽ ഉണ്ടാകരുത്, നിങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു. ശരിക്കും അബൂദാവൂദ് റിപ്പോർട്ട് സഹിഹായ ഹദീസാണ്. ചേർന്ന് നിൽക്കണം എന്നാണ്. ഒരാട്ടിൻകുട്ടിയെ പോലെ പിശാച് നിങ്ങളുടെ നമസ്കാരത്തിന്റെ വടവുകളിലൂടെ സഫിന്റെ വടവുകളിലൂടെ നടക്കുന്നത് ഞാൻ കാണുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ലൗ യഅലമുന്നാസ്, ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മാ ഫിൻ നിദാ, ബാങ്ക് കൊടുക്കേണ്ട കൂലിയും വസഫിൽ അവൽ, ഒന്നാമത്തെ സഫിന്റെ പ്രതിഫലവും കാണുകയാണെങ്കിൽ സുമ്മലം യജിദു അൽ, പിന്നെ അവർക്ക് ആ നമസ്കാരത്തിൻ്റെയും അതേപോലത്തെ സഫിന്റെ കാര്യത്തിലും ബാങ്കിന്റെ കാര്യത്തിലും ഇല്ല അൻ, അവരെ പരസ്പരം നറുക്കിട്ടിട്ടല്ലാതെ അവർക്കിടയിൽ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും വലിയ തർക്കമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഭക്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ പോലും ഏറ്റവും നല്ല സഫ് പുരുഷന്മാർക്ക് ഒന്നാമത്തെ സഫും സ്ത്രീകൾക്ക് അവസാനത്തെ സഫായത് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി നിൽക്കുന്ന ഒരു 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 അടുത്ത് വരുന്നൊരവസ്ഥ പോലും ഉണ്ടാകുന്ന ഭക്തിയെ ബാധിക്കുന്ന നിലക്കാണ് പ്രവാചകൻ അത്രയും ശക്തമായി ആ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. എല്ലാറ്റിലും ആ ഭക്തിയുടെ ശ്രദ്ധ. എന്നാൽ ശൈത്താനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഭക്തി നഷ്ടപ്പെടുത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും പിശാച് നടത്തിക്കൊണ്ടിരിക്കും. എൻ്റെ ഒതു നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആശങ്ക, ഇങ്ങനെ പല കാര്യങ്ങളും വസ്വാസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ജിഹാദിനെ നമ്മൾ പ്രഖ്യാപിക്കുക, എന്നാലേ ഇപ്പോൾ നടക്കുള്ളൂ. നമസ്കാരം ഭക്തിപൂർണ്ണമാക്കാനുള്ള ഒരു ജിഹാദ് പ്രഖ്യാപനം നമ്മൾ നടത്തണം. പിശാചിനെതിരെ, നമ്മളെ പിടിച്ചു വലിക്കുന്ന ഭൗതിക സാഹചര്യങ്ങൾക്കെതിരെ, നമ്മുടെ അറിവില്ലായ്മയ്ക്കെതിരെ എല്ലാം ഒരു ജിഹാദ് പ്രഖ്യാപിച്ചാൽ നമുക്ക് നമ്മുടെ നമസ്കാരത്തെ ഭക്തിപൂർണ്ണമാക്കാൻ പറ്റും. ഇഹലോകത്തും പരലോകത്തും
വലിയ വിജയവും പാപമോചനവും അത് നമുക്ക് നേടിത്തരും. അങ്ങനെ ഭക്തിപൂർവമായ നമസ്കാരം നമസ്കരിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ പരിശ്രമങ്ങൾക്ക് സൽഫലങ്ങൾ ഉണ്ടാക്കുകയും ഭിന്നിപ്പില്ലാതെ യോജിപ്പോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.